നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ജനറേഷൻസ് ഓഫ് ഇക്കണോമിക് റിഫോംസ്. ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ വലിയൊരു ചരിത്രത്തെ വളരെ സ്ട്രക്ചേർഡായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു അനാലിറ്റിക്കൽ ടൂളാണിത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് 1991 നടന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ, അതോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുടർക്കഥയാണോ? തീർച്ചയായും അതൊരു തുടർക്കഥയാണ്, ഒരു ഇവോൾവിംഗ് സാഗ. ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിന്റെ കാതൽ. ഈ വിഷയത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ നമ്മൾ ആദ്യം എന്താണ് എക്കണോമിക് റിഫോംസ് എന്ന് നോക്കും, പിന്നെ അവയുടെ രണ്ട് പ്രധാനപ്പെട്ട തരംതിരിവുകൾ ഏതൊക്കെയാണെന്ന് കാണും. എന്തിനാണ് ഇതിനെ ജനറേഷൻസ് എന്ന് തരംതിരിക്കുന്നത്, അതിനുപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഓരോ കാലത്തും സാഹചര്യം എങ്ങനെ മാറുന്നു, അവസാനം ഒരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന നിലയിൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും, ഇതെല്ലാമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ ജനറേഷൻസ് എന്നൊക്കെ പറയുന്നതിന് മുൻപ് എന്താണ് ഒരു ഇക്കണോമിക് റീഫോം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ. ഇതാണ് എക്കണോമിക് റിഫോമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർവചനം. ഒരു സമ്പദ്വ്യവസ്ഥയിൽ സ്റ്റേറ്റിന്റെ, അതായത് ഗവൺമെന്റിന്റെ പങ്ക് കുറച്ചുകൊണ്ടുവരികയും അതേസമയം സ്വകാര്യ മേഖലയുടെ, അതായത് മാർക്കറ്റിന്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നയപരമായ മാറ്റം. സ്റ്റേറ്റും മാർക്കറ്റും തമ്മിലുള്ള ഈ ബന്ധത്തിൽ വരുന്ന അടിസ്ഥാനപരമായ മാറ്റം, അതാണ് ആധുനിക സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആത്മാവ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരിഷ്കാരങ്ങളെന്ന് പറയുന്നത് ചെറിയ ചെറിയ പോളിസി ട്വീക്സ്, അതായത് ചെറിയ മാറ്റങ്ങളൊന്നുമല്ല, മറിച്ച് ഇത് സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഇതിന്റെ ലക്ഷ്യം ദീർഘകാല വളർച്ചയാണ്. ഇനി പരിഷ്കാരങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട തരംതിരിവുകൾ നോക്കാം. പോളിസി മേക്കേഴ്സ് സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് തരം മെഷേഴ്സ്: ഒന്ന് സ്റ്റെബിലൈസേഷൻ, രണ്ട് സ്ട്രക്ചറൽ. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ നിർണായകമാണ്. ഈ ടേബിൾ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. സ്റ്റെബിലൈസേഷൻ റിഫോംസ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന ഒരു അടിയന്തര ഫസ്റ്റ് എയ്ഡ് പോലെയാണ്. പെട്ടെന്നുണ്ടായൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അതായത് BOP ക്രൈസിസ്, അല്ലെങ്കിൽ ഉയർന്നുവരുന്ന പണപ്പെരുപ്പും ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള ഷോർട്ട് ടേം നടപടികളാണിവ. പക്ഷേ സ്ട്രക്ചറൽ റിഫോംസ് അങ്ങനെയല്ല. അതൊരു ലോങ് ടേം ഫിറ്റ്നസ് പ്ലാൻ പോലെയാണ്. സമ്പദ്വ്യവസ്ഥയുടെ കാര്യക്ഷമത കൂട്ടുക, അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ കോമ്പറ്റിറ്റീവ്നെസ് വർദ്ധിപ്പിക്കുക, അങ്ങനെ അടിസ്ഥാനപരമായ ദീർഘകാല മാറ്റങ്ങളാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. എന്തിനാണ് നമ്മൾ ഈ പരിഷ്കാരങ്ങളെ ജനറേഷൻസായി തരംതിരിക്കുന്നത്? എന്തുകൊണ്ട് ഇതിനെ ഒരൊറ്റ തുടർ പ്രക്രിയയായി കണ്ടുകൂടാ? ഇതിന്റെ ഉത്തരം ലളിതമാണ്. കാരണം പരിഷ്കാരങ്ങൾ ഒരു സ്റ്റാറ്റിക് ഇവന്റ് അല്ല, അതൊരു എവല്യൂഷണറി പ്രോസസ്സാണ്. സമ്പദ്വ്യവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ പുതിയതും കൂടുതൽ സങ്കീർണവുമായ വെല്ലുവിളികൾ ഉയർന്നുവരും. കാലക്രമേണ ഉണ്ടാകുന്ന ഈ പുതിയ വെല്ലുവിളികളോടുള്ള ഒരു പ്രതികരണമാണ് ഓരോ പുതിയ തലമുറ പരിഷ്കാരങ്ങളും വരുന്നത്. ഈ ഒരു സൈക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകുന്നു. അതിനെ നേരിടാൻ ഒരു കൂട്ടം ഫസ്റ്റ് ജനറേഷൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. അതിന്റെ ഫലമായി സമ്പദ്വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നു. ഇത് പുതിയ, ചിലപ്പോൾ കൂടുതൽ സങ്കീർണമായ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ ആഴത്തിലുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ പരിഷ്കാരങ്ങൾ ആവശ്യമായി വരുന്നു. ഇങ്ങനെ ഓരോ തലമുറയും മുൻപത്തേതിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിയെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇതിനായിട്ട് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമായ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് പോളിസി ഇന്റന്റ്. പരിഷ്കാരത്തിന്റെ പ്രധാന ലക്ഷ്യമെന്താണ്? പ്രതിസന്ധി പരിഹരിക്കലാണോ അതോ വളർച്ച കൂട്ടലാണോ? രണ്ടാമത്തേത് സെക്ടറൽ ഫോക്കസ്. ഏത് മേഖലയാണ് ലക്ഷ്യം വെക്കുന്നത്? വ്യവസായമാണോ, കൃഷിയാണോ, അതോ സാമൂഹിക മേഖലയാണോ? മൂന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെപ്ത്. ഈ പരിഷ്കാരങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ്? വെറുമൊരു ലൈസൻസിംഗ് പോലെയുള്ള കാര്യങ്ങളാണോ, അതോ നിയമവ്യവസ്ഥയിൽ തന്നെ വരുന്ന സങ്കീർണമായ മാറ്റങ്ങളാണോ? നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് സ്റ്റേറ്റ് മാർക്കറ്റ് റിലേഷൻഷിപ്പ്. ഗവൺമെന്റിന്റെയും സ്വകാര്യ മേഖലയുടെയും പങ്ക് എങ്ങനെ മാറുന്നു?
ഈ 4 കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഓരോ തലമുറയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വ്യക്തമാകും. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിഷ്കാരങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ചാണ്. കാരണം രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല ഘടകങ്ങളും ഇതിനെ നിരന്തരം സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഈ പരിഷ്കാരങ്ങളൊന്നും ഒരു വാക്യൂമിലല്ല നടക്കുന്നത്. ഓരോ തലമുറ പരിഷ്കാരങ്ങളും അതത് കാലത്തെ സാമ്പത്തിക വെല്ലുവിളികളുടെയും ആഗോള സാഹചര്യങ്ങളുടെയും നേരിട്ടുള്ളൊരു പ്രതിഫലനമാണ്. അന്നത്തെ സാഹചര്യമാണ് അന്നത്തെ നയങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഈ ഒരു ടൈംലൈൻ നോക്കുമ്പോൾ ഈ മാറ്റം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഫോക്കസ് ക്രൈസിസ് മാനേജ്മെന്റിലും മാക്രോ ഇക്കണോമിക് സ്റ്റെബിലൈസേഷനിലുമായിരുന്നു. പിന്നീട് ആ പ്രതിസന്ധി മറികടന്നപ്പോൾ മാർക്കറ്റ് മെക്കാനിസംസ് കൂടുതൽ ആഴത്തിലാക്കുന്നതിലും എഫിഷ്യൻസി കൂട്ടുന്നതിലുമായി ശ്രദ്ധ. അതിനുശേഷം ഫാക്ടർ മാർക്കറ്റ് റീഫോംസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിംഗ് എന്നിവയിലേക്ക് ഫോക്കസ് മാറി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത്, സസ്റ്റൈനബിലിറ്റി, ഗവേണൻസ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ്. ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളും മുൻഗണനകളും മാറുന്നതിനെയാണ് കൃത്യമായി കാണിക്കുന്നത്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? വൈ ഡസ് ദിസ് മാറ്റർ ടു യു? ഇവിടെയാണ് ഈ ഫ്രെയിംവർക്കിന്റെ ഏറ്റവും വലിയ ഗുണം. ഇത് നിങ്ങളെ സഹായിക്കുന്നത് വെറുതെ പോളിസികൾ ഒന്നൊന്നായി ലിസ്റ്റ് ചെയ്യാതെ ഒരു സാമ്പത്തിക പരിവർത്തനത്തിന്റെ എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. നിങ്ങളെ ഉത്തരങ്ങൾക്കൊരു അനലിറ്റിക്കൽ ഡെപ്ത്, ഒരു ആഴത്തിലുള്ള വിശകലനത്തിന്റെ സ്വഭാവം നൽകാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ സ്ട്രക്ചർ ചെയ്യാൻ ഈ കാണുന്ന കോൺസെപ്റ്റ് മാപ്പ് ഒരുപാട് സഹായിക്കും. എന്തായിരുന്നു പോളിസി ഒബ്ജക്റ്റീവ്സ്, അത് നേടാനായി ഓരോ തലമുറയിലും എന്തൊക്കെ റിഫോം ടൂൾസ് ഉപയോഗിച്ചു, അതിന്റെ ഫലമായി എന്ത് ഇക്കണോമിക് ഔട്ട്കംസ് ഉണ്ടായി, അത് ഏതൊക്കെ പുതിയ വെല്ലുവിളികൾക്ക് കാരണമായി. ഈ ഒരു കോസൽ ചെയിൻ മനസ്സിലാക്കി ഉത്തരമെഴുതുമ്പോൾ നിങ്ങളുടെ വിശകലന പാടവം വളരെ വ്യക്തമാകും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. ജനറേഷൻസ് ഓഫ് റിഫോംസ് എന്ന ആശയം മനസ്സിലാക്കുന്നതിലൂടെ വളരെ സങ്കീർണമായ ഒരു സാമ്പത്തിക ചരിത്രത്തെ അതിന്റെ പരിണാമം വ്യക്തമാക്കുന്ന ഘടനാപരമായ ഒരു വിശകലനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കായൊരു ചോദ്യം തരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജിയോ ഇക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഭാവിയിലെ ആഗോള ട്രെൻഡുകൾ ഇന്ത്യയുടെ അടുത്ത തലമുറ സാമ്പത്തിക പരിഷ്കാരങ്ങളെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്തുക? ഈയൊരു ഫ്രെയിംവർക്ക് ഉപയോഗിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ധാരണയെ കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവിനെക്കുറിച്ചാണ്. 1991 തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ എക്കണോമിക് റീഫോംസ്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ഒരു ഇക്കണോമിക് ക്രൈസിസിൽ നിന്നുണ്ടായ മാറ്റങ്ങളായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ ക്രൈസിസ്? എങ്ങനെയാണ് ഇന്ത്യ അതിനെ മറികടന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 1991 ആ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസിനെക്കുറിച്ചാണ്. അതാണ് എല്ലാത്തിനും തുടക്കം. പിന്നെ ആ പ്രശ്നം പരിഹരിക്കാനായി വന്ന സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ കാണും. അതിനുശേഷം ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇവ ഓരോന്നായി നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എന്നും കൂടി നോക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദ 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസ്. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും കാരണമായ ആ പ്രശ്നം. എന്താണ് ശരിക്കും അന്ന് ഇന്ത്യയിൽ സംഭവിച്ചത്? 1991 ജൂൺ മാസമാകുമ്പോഴേക്കും ഇന്ത്യ ഒരു സോവറൈൻ ഡീഫോൾട്ടിലേക്ക് പോവുകയായിരുന്നു. അതായത് ഒരു രാജ്യം കടം വാങ്ങിയിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായൊരു സാഹചര്യമാണെന്ന്. എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലെത്തിയത്? ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. 1980കൾ തൊട്ടേ ഗവൺമെന്റിന്റെ ചെലവ് വരുമാനത്തേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. ഇങ്ങനെ പോയി അവസാനം കേന്ദ്ര സർക്കാരിന്റെ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മുടെ GDPയുടെ 8.4% വരെ എത്തി. അതായത് ഒരു രാജ്യത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ആ കടം. തീർച്ചയായും ഇതൊരു സസ്റ്റൈനബിൾ ആയ രീതിയല്ലായിരുന്നു. ഈ ഉയർന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാരണം സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ അത് മാർക്കറ്റിൽ ഒരുപാട് പണം വരാൻ കാരണമായി. ഇത് നേരെ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം കുതിച്ചുയരാനിടയാക്കി. ഏകദേശം 17% അന്നത്തെ പീക്ക് ഇൻഫ്ലേഷൻ റേറ്റ്.
സാധാരണക്കാർക്ക് ജീവിതം ശരിക്കും ദുസ്സഹമായി. അത്യാവശ്യ സാധനങ്ങൾക്കു പോലും തീപിടിച്ച വില. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭീകരമായൊരു കണക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡോളർ ശേഖരം വെറും 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയുമായിരുന്നില്ല. അതായത് പെട്രോൾ പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോലും പണമില്ലാത്ത അവസ്ഥ. രാജ്യമേതാണ്ട് നിശ്ചലമാകുന്നൊരു സാഹചര്യം. അത്രയ്ക്ക് ഗുരുതരമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ക്രൈസിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം. 1. 1980കളിലെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള എക്കണോമിക് മാനേജ്മെന്റ്. 2. വലിയ പലിശയ്ക്ക് പുറത്തുനിന്ന് ഒരുപാട് കടം വാങ്ങിയത്. അതോടൊപ്പം തന്നെ 1990ലെ ഗൾഫ് വാർ വന്നപ്പോൾ എണ്ണവില ആകാശത്തേക്ക് കുതിച്ചു. ഗൾഫിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്നിരുന്ന പ്രൈവറ്റ് റെമിറ്റൻസസിൽ വലിയൊരു ഇടിവ് സംഭവിച്ചു. പിന്നെ കയറ്റുമതി കൂടാതെ ഇറക്കുമതി മാത്രം കൂടിക്കൊണ്ടിരുന്നതും ഈ പ്രശ്നം വഷളാക്കി. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യക്ക് വേറെ വഴിയില്ലായിരുന്നു. നമ്മൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ സമീപിക്കാൻ നിർബന്ധിതരായി. ഇവിടെയാണ് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഭാഗം വരുന്നത്, ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ഇത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഗതി മാറ്റിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ SAP? സിംപിളായി പറഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾക്ക് IMFും വേൾഡ് ബാങ്കും സഹായം നൽകുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ഇക്കണോമിക് പോളിസീസാണിത്. ഇതിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് മാക്രോ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ, അതായത് ഇൻഫ്ലേഷൻ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് പോലെയുള്ള അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് സമ്പദ്വ്യവസ്ഥയൊന്ന് സ്റ്റേബിലൈസ് ചെയ്യുക. രണ്ടാമത്തേത് സ്ട്രക്ചറൽ റിഫോംസ്, അതായത് സമ്പദ്വ്യവസ്ഥയുടെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക. ഈ പരിഷ്കാരങ്ങളിലേക്ക് നമ്മൾ എത്തിയ വഴി വളരെ വ്യക്തമാണ്. ഒന്നാമതായി രാജ്യം ഒരു വലിയ BOP ക്രൈസിസിൽ പെട്ടു. ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുവരാൻ നമ്മൾ IMFനെയും വേൾഡ് ബാങ്കിനെയും സഹായത്തിനായി സമീപിച്ചു. പക്ഷെ ആ സഹായം വെറുതെ കിട്ടില്ലായിരുന്നു, അല്ലേ? അവർ മുന്നോട്ട് വെച്ച ചില കണ്ടീഷണാലിറ്റീസ്, അതായത് ചില നിബന്ധനകൾ നമുക്ക് അംഗീകരിക്കേണ്ടി വന്നു. ആ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 1991ൽ ന്യൂ എക്കണോമിക് പോളിസി അഥവാ NEP നമ്മൾ കൊണ്ടുവന്നത്. ഈ ന്യൂ ഇക്കണോമിക് പോളിസിക്ക് പ്രധാനമായും 3 തൂണുകളാണ് ഉണ്ടായിരുന്നത്: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതിലെ ആദ്യത്തേതിലേക്ക് നമുക്ക് കടക്കാം. ലിബറലൈസേഷൻ. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ഗവൺമെന്റിന്റെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കി നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ കുറച്ചുകൂടി ഓപ്പണാക്കുക. അക്കാലത്ത് ലൈസൻസ് രാജ് എന്നൊരു സംവിധാനമുണ്ടായിരുന്നു. അതിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. ഈ മാറ്റം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ താരതമ്യം നോക്കിയാൽ മതി. 1991 മുൻപ്, അതായത് ലൈസൻസ് രാജ് കാലത്ത്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് തുടങ്ങണമെങ്കിലും ലൈസൻസ് വേണമായിരുന്നു. എന്നാൽ പരിഷ്കാരങ്ങൾക്കു ശേഷം മിക്ക വ്യവസായങ്ങൾക്കും ഡീലൈസൻസിംഗ് വന്നു. പബ്ലിക് സെക്ടറിന് മാത്രം മാറ്റിവെച്ചിരുന്ന പല മേഖലകളും ഡീറിസർവ് ചെയ്ത് പ്രൈവറ്റ് സെക്ടറിന് കൂടി അവസരം നൽകി. ട്രേഡ് പോളിസിയുടെ കാര്യം നോക്കിയാൽ പണ്ട് ഉയർന്ന ടാരിഫ്സും ഇമ്പോർട്ട് ക്വാട്ടാസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചു. പിന്നെ വിലയുടെ കാര്യം. പണ്ട് ഗവൺമെന്റ് ആയിരുന്നു വില തീരുമാനിച്ചിരുന്നത്. അതിൽ നിന്നും മാറി മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസസ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ ലിബറലൈസേഷന്റെ ഭാഗമായെടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി ഇൻഡസ്ട്രിയൽ ഡീലൈസൻസിംഗ്. മദ്യം, ചില ഹാസാർഡസ് കെമിക്കൽസ്, എയ്റോസ്പേസ് പോലുള്ള കുറച്ച് സ്ട്രാറ്റജിക് സെക്ടേഴ്സ് ഒഴികെ ബാക്കി എല്ലാത്തിനും ലൈസൻസ് വേണ്ടെന്ന് വെച്ചു. രണ്ടാമത് ഡീറിസർവേഷൻ. അറ്റോമിക് എനർജി, റെയിൽവേയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ പബ്ലിക് സെക്ടറിനെ റിസർവ് ചെയ്തിരുന്നതെല്ലാം തുറന്നുകൊടുത്തു. മൂന്നാമതായി ട്രേഡ് ലിബറലൈസേഷൻ. ഇറക്കുമതിയുടെ മുകളിലുണ്ടായിരുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. ടാരിഫ് നിരക്കുകൾ ഒരുപാട് കുറച്ചു. അതോടൊപ്പം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് FDI ആകർഷിക്കാൻ ഒരു ഓപ്പൺ പോളിസി തന്നെ നമ്മൾ കൊണ്ടുവന്നു. രൂപയുടെ ഡീവാലുവേഷൻ പോലുള്ള എക്സ്ചേഞ്ച് റേറ്റ് റിഫോംസും ഇതിന്റെ ഭാഗമായിരുന്നു. ശരി, അപ്പോൾ ലിബറലൈസേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഘടകത്തിലേക്ക് പോകാം: പ്രൈവറ്റൈസേഷൻ ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ പ്രധാനമായും ഫോക്കസ് ചെയ്തത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. അവയുടെ ഉടമസ്ഥത, അവയുടെ കാര്യക്ഷമത, ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിരുന്നു ശ്രമം. അപ്പോ എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അതായത് ഒരു PSEയുടെ ഇക്വിറ്റി എന്നുവെച്ചാൽ അതിന്റെ ഉടമസ്ഥാവകാശം. അതിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിക്കോ വിൽക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പ്രൈവറ്റൈസേഷനിലേക്കുള്ള ഒരു വഴിയാണ്. പക്ഷേ എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെച്ചപ്പെടുത്തണം.
രണ്ടാമത്, പ്രൈവറ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ച് അവയെ മോഡേണൈസ് ചെയ്യണം. മൂന്നാമതായി, അവയുടെ പെർഫോമൻസും എഫിഷ്യൻസിയും കൂട്ടണം. നാലാമതായി, ഈ വിൽപ്പനയിലൂടെ ഗവൺമെന്റിന് പണം കണ്ടെത്താനും സാധിക്കും. അത് ഫിസ്ക്കൽ കറക്ഷനും സഹായിക്കും. ഈ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന്, ടോക്കൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പേര് പോലെ തന്നെ ഇത് ഒരു ടോക്കൻ വിൽപ്പനയാണ്. മാനേജ്മെന്റ് കൺട്രോളൊന്നും കൈമാറാതെ കുറച്ച് ഓഹരികൾ മാത്രം വിൽക്കുന്നു. രണ്ടാമത്തത് കുറച്ചുകൂടി സീരിയസ് ആണ്, സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഒരു വലിയ ശതമാനം ഓഹരികൾ, അതായത് മാനേജ്മെന്റ് കൺട്രോൾ തന്നെ കൈമാറുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വിൽക്കും. ഓക്കെ, അപ്പോൾ എല്ലും പിയും നമ്മൾ കണ്ടു. ഇനി LPG ഫ്രെയിംവർക്കിലെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് വരാം, ഗ്ലോബലൈസേഷൻ. ഇന്ത്യൻ എക്കണോമിയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി കണക്ട് ചെയ്യുക, ഇന്റിഗ്രേറ്റ് ചെയ്യുക, അതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ് ഗ്ലോബലൈസേഷൻ? പലപ്പോഴും കേൾക്കുന്ന വാക്കാണല്ലേ. രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ഇന്റഗ്രേഷൻ കൂടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായി ട്രേഡ്, ക്യാപിറ്റൽ, ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അതിരുകളില്ലാതാവുന്നു. അവയ്ക്ക് സ്വതന്ത്രമായി ഒഴുകാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ 3 ആശയങ്ങളും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇവയൊന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നവയല്ല. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും നമ്മുടെ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയ പോളിസികളായിരുന്നു. എന്തിനുവേണ്ടി? ഗ്ലോബലൈസേഷൻ എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. അതായത് നമ്മുടെ എക്കോണമി ആദ്യം അകത്തുനിന്ന് ശരിയാക്കി, ഓപ്പണാക്കി, അതിനുശേഷം ലോകവുമായി മത്സരിക്കാൻ തയ്യാറാക്കുക എന്നതായിരുന്നു ആശയം. ശരി, അപ്പൊ ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു, ഇതിനെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്ന് നോക്കാം. ഈ മാറ്റങ്ങൾ ശരിക്കും ആവശ്യമായിരുന്നു? ഇതിന് പരിമിതികൾ വല്ലതുമുണ്ടായിരുന്നു? നോക്കാം. ഈ പരിഷ്കാരങ്ങൾ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് കാണിക്കാൻ ഈയൊരു കണക്ക് മാത്രം മതി. 1991 പ്രതിസന്ധിയുടെ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വെറും $1.2 ബില്യൺ ഫോറക്സ് റിസർവ്സ് ആയിരുന്നു. എന്നാൽ വെറും 4 വർഷം കൊണ്ട് 1995 ആയപ്പോഴേക്കും അത് $20 ബില്യൺ ഉയർന്നു. ഇതൊരു അവിശ്വസനീയമായ തിരിച്ചുവരവായിരുന്നു. രാജ്യം ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. പക്ഷേ ഇതിന് ചില പരിമിതികളുമുണ്ടായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കണം. ഈ ഫസ്റ്റ് ജനറേഷൻ റിഫോംസ് ഒരു ഗ്രാജുവലിസ്റ്റ് അപ്രോച്ച് ആയിരുന്നു. അതായത് വളരെ പതുക്കെയുള്ള മാറ്റങ്ങൾ. പ്രധാനമായും ശ്രദ്ധിച്ചത് മാക്രോ ഇക്കണോമിക് സ്റ്റെബിലൈസേഷനിലായിരുന്നു. ആഴത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസിലേക്ക് അത്രയധികം കടന്നില്ല. പിന്നെ ഇതിനൊരു വലിയ പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നടപ്പിലാക്കിയ കാര്യങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ ഈ സാമ്പത്തിക മാറ്റങ്ങളുടെ ഗുണഫലങ്ങൾ തുടക്കത്തിൽ സമൂഹത്തിലെ എല്ലാവരിലേക്കും ഒരുപോലെ എത്തിയില്ല എന്നൊരു വിമർശനവുമുണ്ട്. അപ്പോ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈയൊരു ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് ജനറേഷൻ റിഫോംസ് ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള വിജയകരമായ ഒരു മറുപടിയായിരുന്നോ, അതോ അതൊരു പൂർണ്ണമല്ലാത്തൊരു മാറ്റമായിരുന്നോ? ഒരുപക്ഷേ ഉത്തരം രണ്ടുമായിരിക്കാം. സംശയമില്ല, അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഒരു വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു. അതോടൊപ്പം തന്നെ പിന്നീട് വരാനിരുന്ന 2ാം തലമുറ പരിഷ്കാരങ്ങൾക്ക് ശക്തമായ ഒരു അടിത്തറ പാകാനും അതിന് സാധിച്ചു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അടുത്തൊരു ചർച്ചയിൽ വീണ്ടും കാണാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തെക്കുറിച്ചാണ്. ദ സെക്കൻഡ് ജനറേഷൻ ഇക്കണോമിക് റിഫോംസ്. 1991 പരിഷ്കാരങ്ങൾ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 2001 മുതൽ തുടങ്ങിയ ഈ 2ാം ഘട്ടം അതായിരുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ അടിമുടി മാറ്റി 21ാം നൂറ്റാണ്ടിനു വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. വെറുതെ ചില നയങ്ങൾ മാറ്റുക എന്നതിലുപരി നമ്മുടെ സ്ഥാപനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവേണൻസിനെയും ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ കാതൽ. അപ്പോൾ നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ വിശകലനത്തിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, 1991 റിഫോംസിന് ശേഷം എന്തിനായിരുന്നു ഒരു പുതിയ ഘട്ടം വേണ്ടി വന്നത്? രണ്ടാമത്, നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? മൂന്നാമതായി, രാജ്യത്തെ ഒരൊറ്റ വിപണിയാക്കാൻ സഹായിച്ച ടാക്സ് റിഫോംസ് ഏതൊക്കെയായിരുന്നു? നാലാമത്, എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവേണൻസ് ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം ഹൃദയഭാഗത്ത് വരുന്നത്? അവസാനം, ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ റിഫോംസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ താരതമ്യം ചെയ്യും. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ബിയോണ്ട് ദ 1991 റിഫോംസ്. 1991 അത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും
എന്തിനായിരുന്നു വീണ്ടും ഒരു പുതിയ സമീപനം, ഒരു ന്യൂ അപ്രോച്ച് വേണ്ടി വന്നത്? അതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു താരതമ്യം നോക്കിയാൽ തന്നെ നമുക്ക് ആ വ്യത്യാസം വളരെ വ്യക്തമാകും. ഫസ്റ്റ് ജനറേഷൻ റിഫോംസിന്റെ പ്രധാന ഫോക്കസ് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷനായിരുന്നു. അതായത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അതിനെ രക്ഷിക്കുക, ഒരു രോഗിയെ ഐസിയുവിൽ നിന്ന് പുറത്തിറക്കുന്ന ഒരു അടിയന്തര ചികിത്സ പോലെ. എന്നാൽ സെക്കൻഡ് ജനറേഷൻ റിഫോംസിന്റെ ഫോക്കസ് അതായിരുന്നില്ല. അത് മൈക്രോ ലെവൽ എഫിഷ്യൻസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോം ആയിരുന്നു. അതായത് രോഗി രക്ഷപ്പെട്ടു, ഇനി ആ രോഗിയുടെ ആരോഗ്യം ദീർഘകാലത്തേക്ക് മെച്ചപ്പെടുത്തണം, സിസ്റ്റം മൊത്തത്തിൽ ശക്തിപ്പെടുത്തണം. അതുപോലെ സമ്പദ്വ്യവസ്ഥയുടെ ഓരോ ചെറിയ ഭാഗങ്ങളും കാര്യക്ഷമമാക്കുക, നിയമങ്ങളും സ്ഥാപനങ്ങളും നവീകരിക്കുക. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ എന്തിനായിരുന്നു ഈ പുതിയ ഘട്ടം? ഒന്നാമത്തെ കാരണം 1991 റിഫോംസ് പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ മുന്നോട്ടു പോയിരുന്നില്ല. മാത്രമല്ല, കുറച്ചുകൂടി ആഴത്തിലുള്ള സങ്കീർണമായ മാറ്റങ്ങൾ ആവശ്യമായി വന്നു. ഉദാഹരണത്തിന്, തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം കൈമാറുക, ഇതിനൊക്കെ വലിയ പൊളിറ്റിക്കൽ വിൽപവർ വേണമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫോക്കസ് മാറേണ്ടിയിരുന്നു. ആ ഒരു ഷോർട്ട് ടേം ക്രൈസിസ് മാനേജ്മെന്റിൽ നിന്ന് മാറി ലോങ് ടേം സ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റിലേക്ക് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. താൽക്കാലിക പ്രശ്നപരിഹാരമല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവി വളർച്ചയ്ക്ക് വേണ്ട ശക്തമായ അടിത്തറയിടുക, അതായിരുന്നു ആവശ്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കാം. റീഫോമിംഗ് ദ ഫിനാൻഷ്യൽ സെക്ടർ. ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക നട്ടെല്ലെന്ന് പറയുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ സെക്ടറാണല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെ സുപ്രധാന മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട പേരാണ് നരസിംഹം കമ്മിറ്റി. ഓർക്കുക, 1991 മാറ്റങ്ങൾക്ക് ശേഷവും നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം അത്ര ശക്തമൊന്നുമായിരുന്നില്ല. ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ ഘടന, പ്രവർത്തനം, നടപടിക്രമങ്ങൾ ഇതെല്ലാം മൊത്തത്തിലൊന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിയമിച്ച ഒരു ഹൈ ലെവൽ കമ്മിറ്റിയായിരുന്നു ഇത്. അവരുടെ റെക്കമെൻഡേഷൻസാണ് പിന്നീട് വന്ന പല മാറ്റങ്ങൾക്കും അടിസ്ഥാനമായത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ പ്രധാന മാറ്റങ്ങൾ? ഒന്നാമതായി, പുതിയ പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്സിന് ഇന്ത്യയിലേക്ക് വരാൻ അനുവാദം കൊടുത്തു. ഇത് കോമ്പറ്റീഷനും എഫിഷ്യൻസിയും കൂട്ടി. രണ്ടാമത്, ഇൻട്രസ്റ്റ് റേറ്റ് ഡീറെഗുലേഷൻ. അതായത് അതുവരെ സർക്കാർ തീരുമാനിച്ചിരുന്ന പലിശ നിരക്കുകൾ ഇനി മാർക്കറ്റിനനുസരിച്ച് ബാങ്കുകൾക്ക് തീരുമാനിക്കാം. വളരെ വലിയൊരു മാറ്റമായിരുന്നു അത്. പിന്നെ വന്നതാണ് ക്യാപിറ്റൽ എഡിക്വസി റേഷ്യോ, അല്ലെങ്കിൽ CAR നോംസ്. ലളിതമായി പറഞ്ഞാൽ, ഒരു ബാങ്കിന്റെ കയ്യിൽ അതിന്റെ റിസ്കിന് ആനുപാതികമായി സ്വന്തം മൂലധനമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മുടെ ബാങ്കിംഗ് സിസ്റ്റത്തിനെ ഒരുപാട് സുരക്ഷിതമാക്കി. പബ്ലിക് സെക്ടർ ബാങ്ക്സിന് കൂടുതൽ ഓട്ടോണമി കൊടുത്തു. അവർക്ക് ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ നിന്ന് പണം കണ്ടെത്താൻ അനുവാദവും നൽകി. ഇതിലെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം RBIയുടെ റോളിൽ വന്നതാണ്. ഒരു കർശനമായ റെഗുലേറ്റർ എന്ന സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററായി RBI മാറി. ഇത് വളരെ നിർണായകമായൊരു പോയിന്റാണ്. ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഏരിയയാണ്, എ ന്യൂ ആർക്കിടെക്ചർ ഫോർ ടാക്സ്. ഇന്ത്യയെ ഒരൊറ്റ വിപണിയാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നയിച്ച നികുതി പരിഷ്കാരങ്ങൾ. ഇതെങ്ങനെയായിരുന്നു എന്ന് നോക്കാം. എന്തിനായിരുന്നു ഒരു പുതിയ ടാക്സ് സിസ്റ്റം? കാരണം വളരെ ലളിതമാണ്. ഇന്ത്യ രാഷ്ട്രീയമായി ഒരു രാജ്യമായിരുന്നുവെങ്കിലും സാമ്പത്തികമായി പല പല തുണ്ടുകളായിരുന്നു. ഓരോ സ്റ്റേറ്റിലും ഓരോ തരം ഇൻഡയറക്റ്റ് ടാക്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തമിഴ്നാട്ടിൽ നിന്നൊരു ലോറി മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ് ബോർഡറിലും നിർത്തി അവിടുത്തെ ടാക്സ് അടച്ച് പേപ്പർ വർക്ക് തീർത്ത് ഒരുപാട് സമയവും പണവും നഷ്ടം. ഇതായിരുന്നു ഒരു സിംഗിൾ നാഷണൽ മാർക്കറ്റ് ഉണ്ടാക്കുന്നതിലെ ഏറ്റവും വലിയ തടസ്സം. പോരാത്തതിന് ടാക്സ് ഇവേഷൻ വളരെ കൂടുതലായിരുന്നു. ടാക്സ് സ്ട്രക്ചറാണെങ്കിൽ ഭയങ്കര കോംപ്ലക്സും. ഇതിനൊരു പരിഹാരം അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഈ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ടൈം ലൈൻ നോക്കൂ. ഇതൊരു ഒറ്റയടിക്കുള്ള മാറ്റമായിരുന്നില്ല. 1996 സെൻട്രൽ ലെവലിൽ സെൻവാറ്റ് വന്നു. പിന്നെ 2008-09 ആയപ്പോഴേക്കും എല്ലാ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ് ലെവൽ വാല്യൂ ആഡഡ് ടാക്സ്, അതായത് വാറ്റ് നടപ്പിലാക്കി. ഈയൊരു നീണ്ട യാത്രയുടെ ക്ലൈമാക്സ് ആയിരുന്നു 2017 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അഥവാ GST. അപ്പോൾ ഇത് വർഷങ്ങൾ നീണ്ട ഒരു പ്രോസസ്സായിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ വാല്യൂ ആഡഡ് ടാക്സ് അഥവാ VAT? സിമ്പിളായി പറഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ഓരോ സ്റ്റേജിലും ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂയ്ക്ക് മാത്രം ടാക്സ് കൊടുക്കുക. ഇതിലേറ്റവും ക്ലെവറായ ഐഡിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ബേക്കറി ഉടമ 100 രൂപയ്ക്ക് മൈദ വാങ്ങുന്നു. അതിന് 10 രൂപ ടാക്സ് കൊടുത്തോ എന്നിരിക്കട്ടെ. ഇനി അയാൾ ഈ മൈദ വെച്ച് ബ്രെഡ് ഉണ്ടാക്കി 150 രൂപയ്ക്ക് വിൽക്കുന്നു. അതിന്റെ ടാക്സ് 15 രൂപയാണ്. പക്ഷേ അയാൾ ഗവൺമെന്റിലേക്ക് 15 രൂപ മുഴുവനായി അടയ്ക്കേണ്ട. കാരണം അയാൾ മൈദ വാങ്ങിയപ്പോൾ കൊടുത്ത 10 രൂപ ടാക്സ് ഇതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ ബാക്കി 5 രൂപ അടച്ചാൽ മതി. ഇത് ടാക്സ് വെട്ടിപ്പ് ഒരുപാട് കുറയ്ക്കാൻ സഹായിച്ചു. ഇനി നമ്മളെത്തുന്നത് നാലാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. സെക്കൻഡ് ജനറേഷൻ റിഫോംസിന്റെ കാതൽ എന്ന് തന്നെ പറയാവുന്ന ഒന്ന്,
ഫോക്കസ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവേണൻസ്. ഈ ഒറ്റ വാചകത്തിലുണ്ട് ഈ റിഫോംസിന്റെ എല്ലാം സത്ത. ഗവൺമെന്റിന്റെ റോള് ഒരു കൺട്രോളറിൽ നിന്ന് ഒരു ഫെസിലിറ്റേറ്ററായി മാറി. അതായത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് നിയന്ത്രിക്കുന്ന ഒരാളിൽ നിന്ന് ബിസിനസ്സുകൾക്ക് വളരാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന ഒരു സഹായിയായി സർക്കാർ മാറി. ലൈസൻസ് രാജ് കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയെ എത്രത്തോളം പിന്നോട്ട് വലിച്ചുവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിന്റെ ഒരു തിരുത്തായിരുന്നു ഇത്. അപ്പോ ഈ മാറ്റം വെറും വാക്കുകളിൽ ഒതുങ്ങിയോ? ഇല്ല, പ്രായോഗികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പബ്ലിക് സെക്ടറിൽ വെറുതെ കുറച്ച് ഷെയർ വിൽക്കുന്നതിന് പകരം സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നു. അതായത് മാനേജ്മെന്റ് കൺട്രോൾ തന്നെ പ്രൈവറ്റ് സെക്ടറിന് കൈമാറി. ലീഗൽ സെക്ടറിൽ വന്ന മാറ്റം വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഫെറ എന്നൊരു നിയമമുണ്ടായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് നിയമങ്ങൾ ലംഘിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമായിരുന്നു. അതിനു പകരം ഫെമ വന്നു. അതോടെ അതൊരു സിവിൽ ഒഫൻസായി മാറി. ഇത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ ഒരുപാട് സഹായിച്ചു. ഇതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ എല്ലായിടത്തും പ്രൈവറ്റ് സെക്ടറിനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായി ഈ റിഫോം പ്രോസസ്സിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ റോൾ കൊടുത്തു. ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ശക്തിപ്പെടുത്തി. ഓക്കെ, അപ്പോൾ നമ്മളും നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ റീഫോംസ് തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ ടേബിൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വ്യത്യാസം കാണിച്ചു തരും. പ്രൈമറി ഫോക്കസ് എന്തായിരുന്നു? ഫസ്റ്റ് ജെന്നിൽ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ, ഒരു പ്രതിസന്ധി മാനേജ്മെന്റ്. സെക്കൻഡ് ജെന്നിലോ മൈക്രോ ലെവൽ എഫിഷ്യൻസി ആൻഡ് സ്ട്രക്ചറൽ റിഫോം, അതായത് സിസ്റ്റത്തിനെ മൊത്തത്തിൽ നന്നാക്കുക. ഇനി അതിന്റെ നേച്ചർ നോക്കൂ. ആദ്യത്തേത് ക്രൈസിസ് ഡ്രിവൺ ആയിരുന്നു, പെട്ടെന്നുള്ളൊരു പ്രതികരണം. രണ്ടാമത്തേത് വളരെ ആഴത്തിലുള്ളതും ഗവേണൻസ് ഫോക്കസ്ഡായ ഒന്നായിരുന്നു. ഗവൺമെന്റ് റോളോ നിയന്ത്രണം കുറയ്ക്കുന്നതിൽ നിന്നു തുടങ്ങി പൂർണ്ണമായും ഒരു ഫെസിലിറ്റേറ്ററായി മാറി. പബ്ലിക് സെക്ടറിൽ ടോക്കൺ ഡിസിൻവെസ്റ്റ്മെന്റിൽ നിന്ന് സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ മാറി. ഫിനാൻഷ്യൽ സെക്ടറിൽ വെറും ലിബറലൈസേഷനിൽ നിന്ന് റിഫോംസിനെ കൂടുതൽ ആഴത്തിലാക്കുന്നതിലേക്ക് പോയി. കീ ഏരിയാസിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡീലൈസൻസിംഗിൽ നിന്ന് മാറി ഫാക്ടർ മാർക്കറ്റ് റിഫോംസ്, അതായത് ലേബർ, ലാൻഡ് തുടങ്ങിയവയിലെ നിയമങ്ങൾ, പിന്നെ ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് എന്നിവയിലേക്ക് ഫോക്കസ് മാറി. കണ്ടില്ലേ എത്ര വലിയൊരു ഷിഫ്റ്റാണ് സംഭവിച്ചതെന്ന്? അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. വെറുതെ കുറച്ച് പോളിസീസ് മാറ്റുന്നതിന് പകരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഗവേണൻസിനെയും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ 21ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് എങ്ങനെയാണ് അടിത്തറ പാകിയത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സ്റ്റാർട്ടപ്പ് കൾച്ചർ, ഡിജിറ്റൽ ഇക്കോണമി, ഇതിൻ്റെ എല്ലാം വിത്തുകൾ പാകിയത് ഒരുപക്ഷെ ഈ രണ്ടാം തലമുറ പരിഷ്കാരങ്ങളായിരിക്കാം. ഇതിൻ്റെ സ്വാധീനം ഇന്നും നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ തുടരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നന്ദി. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എക്കണോമിക് പോളിസിയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തെക്കുറിച്ചാണ്. ദ തേർഡ് ജനറേഷൻ എക്കണോമിക് റിഫോംസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുവരെ നമ്മൾ കണ്ടിരുന്ന എക്കണോമിക് റിഫോംസിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യസ്തമായിരുന്നു. കേവലം എക്കണോമിക് ഗ്രോത്തിന്റെ കണക്കുകളിൽ നിന്ന് മാറി സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിനും ഇൻക്ലൂഷനും, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനത്തിനും ഊന്നൽ നൽകിയ ഒരു വലിയ നയപരമായ മാറ്റമായിരുന്നു ഇത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ആദ്യം എന്തുകൊണ്ടാണ് 2000-ഓടെ ഒരു പുതിയ ദിശാബോധം ആവശ്യമായി വന്നത് എന്ന് നമ്മൾ പരിശോധിക്കും. പിന്നെ ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം അടിസ്ഥാനമായ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായി നിർവചിക്കും. അതിനുശേഷം ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതിലുള്ള ശ്രദ്ധ, സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള സ്ട്രാറ്റജീസ്, പിന്നെ ഈ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഗവേണൻസ് ആൻഡ് ഡെലിവറി സിസ്റ്റംസിലെ പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അവസാനം എന്തിനാണ് ഇൻക്ലൂസീവ്നെസ്സിലേക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കും. ശരി, അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, അല്ലേ? ഈ പരിഷ്കാരങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മിലേനിയത്തിന്റെ തുടക്കത്തിൽ, അതായത് 2000-ഓടടുത്തുള്ള ഇന്ത്യയുടെ ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യം ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം ഇക്കണോമിക് ലിബറലൈസേഷൻ ഒക്കെ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് 2000-ഓടടുത്ത് ഇന്ത്യക്ക് പെട്ടെന്ന് ഒരു പുതിയ നയപരമായ ദിശാമാറ്റം ആവശ്യമായി വന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഈ പരിഷ്കാരങ്ങളെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോ ഇതിന്റെ ഉത്തരം കിട്ടുന്നത് 2001 കാലഘട്ടത്തിൽ നടന്ന ഒരു ക്രിട്ടിക്കൽ റിവ്യൂവിൽ നിന്നാണ്. ആ ഒരു വിലയിരുത്തലില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർ കണ്ടെത്തി. എന്തായിരുന്നു അത്? The fruits of reforms could not percolate to the disadvantaged and marginalized sections of the society. അതായത് രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ ഗുണഫലങ്ങൾ താഴേക്കിടയിലുള്ള പാർശ്വൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല.
എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കാവുന്ന ഈ പ്രശ്നമായിരുന്നു പുതിയ പരിഷ്കാരങ്ങൾക്കുള്ള പ്രധാന കാരണം. അപ്പോൾ ഈ ഒരു എക്സ്ക്ലൂഷൻ എന്ന പ്രശ്നത്തെ എങ്ങനെ നേരിടാം? അതിനൊരു ഉത്തരമായിട്ടാണ് ഒരു പുതിയ ഗൈഡിംഗ് ഫിലോസഫി തന്നെ മുന്നോട്ട് വരുന്നത്. തേർഡ് ജനറേഷൻ റിഫോംസിന്റെ അടിസ്ഥാന ശില എന്ന് തന്നെ നമുക്ക് ഇതിനെ വിളിക്കാം. ആ പുതിയ ഫിലോസഫിയുടെ പേരാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോൾ എന്താണ് ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത്? UNDPയും നമ്മുടെ 11th 5-year പ്ലാനും പറയുന്ന ഒഫീഷ്യൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: A growth process which yields broad-based benefits and ensures equality of opportunity for all. അതായത് വളർച്ചയുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കണം. വെറുതെ വളർച്ചയുടെ കണക്ക് മാത്രം നോക്കിയാൽ പോരാ എന്നൊരു ചിന്ത. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല, ശരിക്കും ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയായിരുന്നു. ആ ചിന്തയുടെ കാതൽ ഇതായിരുന്നു: Growth of GDP should not be treated as an end in itself, but only as a means to an end. അതായത് GDP വളർച്ച എന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ശരി, ഈയൊരു ഫിലോസഫിയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അവിടെയാണ് തേർഡ് ജനറേഷൻ റിഫോംസിന്റെ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി വരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷേപിക്കുക എന്നതായിരുന്നു. അതായത് ഹ്യൂമൻ ക്യാപിറ്റലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ സ്ട്രാറ്റജിയുടെ ആദ്യത്തെ പില്ലർ, അതായത് ഒന്നാമത്തെ തൂണ്, എഡ്യൂക്കേഷനായിരുന്നു. ഇവിടെ ഗവൺമെന്റ് പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ശ്രദ്ധിച്ചത്. ഒന്നാമതായി എക്സസ് ടു എഡ്യൂക്കേഷൻ, അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക. രണ്ടാമതായി ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, പഠിപ്പിക്കുന്നതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. മൂന്നാമതായി സ്കിൽ ഓറിയന്റഡ് ലേണിംഗ് ഔട്ട്കംസ്, അതായത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കഴിവുകൾ പഠനത്തിലൂടെ നൽകുക. രണ്ടാമത്തെ പില്ലറായിരുന്നു ഹെൽത്ത്. കാരണം വളരെ സിമ്പിളാണ് അല്ലേ? ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടെങ്കിലേ ഒരു പ്രൊഡക്റ്റീവ് എക്കണോമി ഉണ്ടാവൂ. അപ്പോൾ അതിനുവേണ്ടി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുക, മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാവർക്കും ലഭ്യമാക്കുക, പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR എന്നിവ കുറയ്ക്കുക. അതോടൊപ്പം ന്യൂട്രീഷൻ, പബ്ലിക് ഹെൽത്ത് എന്നിവയ്ക്ക് പുതിയൊരു ഊന്നൽ നൽകുക. ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഹ്യൂമൻ ക്യാപിറ്റലിലെ മൂന്നാമത്തെ പില്ലർ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും: സ്കിൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ പറ്റി. അത് ശരിക്കും പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ വർക്ക് ഫോഴ്സിന് ആവശ്യമായ കഴിവുകൾ വേണ്ടേ? അതിനുവേണ്ടി ഫോർമൽ, വൊക്കേഷണൽ, ടെക്നിക്കൽ ട്രെയിനിംഗ് പ്രോത്സാഹിപ്പിച്ചു. അതോടൊപ്പം റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് അഥവാ RPL എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. അതായത് മുൻ പരിചയമുള്ള കഴിവുകൾക്ക് അംഗീകാരം നൽകുക. പിന്നെ സ്കിൽ ഡെവലപ്മെന്റിൽ പ്രൈവറ്റ് സെക്ടറിനെയും പങ്കാളികളാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ ഉദ്യമത്തിന്റെ ഒരു വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈയൊരു കണക്ക് നോക്കിയാൽ മതി. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതായത് NSDC, മുന്നോട്ട് വെച്ച ടാർഗറ്റ് എന്തായിരുന്നു എന്നറിയോ? 2022 ആകുമ്പോഴേക്കും 500 മില്യൺ, അതായത് 50 കോടി ആളുകൾക്ക് പുതിയതായി സ്കിൽ നൽകുകയോ അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള കഴിവുകൾ അപ്സ്കിൽ ചെയ്യുകയോ ചെയ്യുക. അത്രയും വലിയൊരു ലക്ഷ്യമായിരുന്നു അത്. അപ്പോ ഹ്യൂമൻ ക്യാപിറ്റലിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പോരാ. അതിനോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനായി, അതായത് മാസ് വെൽഫെയറിനായി സോഷ്യൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ നേരിട്ടുള്ള ചില സ്ട്രാറ്റജീസും ആവശ്യമായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഡയറക്റ്റ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസാണ് കാണുന്നത്. പോവർട്ടി അലവിയേഷനു വേണ്ടി ഇക്കണോമിക് ഗ്രോത്തിനെ മാസ് വെൽഫെയറുമായി നേരിട്ട് ബന്ധിപ്പിച്ചു. സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു യൂണിവേഴ്സൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റമാണ് ലക്ഷ്യം. ഹെൽത്ത് ഇൻഷുറൻസിനായി രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY പോലുള്ള പദ്ധതികൾ വന്നു. ആക്സിഡന്റ് ഇൻഷുറൻസിനായി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY വന്നു. എല്ലാത്തിനുപരിയായി എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ദാരിദ്ര്യം കുറയ്ക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമായി തിരിച്ചറിയപ്പെട്ടു. ഇപ്പൊ ഈ പറഞ്ഞ പോളിസീസും സ്കീംസും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ കടലാസിലൊതുങ്ങിയാൽ മതിയോ? പോരാ. ഇത് സാധാരണക്കാരിലേക്ക്, ഗ്രാസ് റൂട്ട്സ് ലെവലിലേക്ക് എത്തണ്ടേ? അതായിരുന്നു അടുത്ത വലിയ വെല്ലുവിളി. ഈ പദ്ധതികളെല്ലാം അർഹരായ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കും? ഈ ഒരു വെല്ലുവിളിക്ക് പരിഹാരമായിട്ടാണ് തേർഡ് ജനറേഷൻ റിഫോംസിന്റെ ഒരു സിഗ്നേച്ചർ ഫീച്ചർ വരുന്നത്. അതായത് ഈ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രധാന ഉപകരണം, എ കീ ടൂൾ ഫോർ ഡെലിവറി, അത് ഫുള്ളി ഫങ്ഷണൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ PIIs ആയിരിക്കണം എന്ന തീരുമാനം. അപ്പോ ഈ PRIsനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചത്?
അതിനൊരു 4 സ്റ്റെപ്പ് അപ്രോച്ചായിരുന്നു. ഒന്നാമതായി 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് വഴി ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് നടപ്പിലാക്കുക. രണ്ടാമതായി എസ്-സീസ്, എസ്-ടീസ്, സ്ത്രീകൾ എന്നിവർക്ക് റിസർവേഷൻ നൽകി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് എംപവർ ചെയ്യുക. മൂന്നാമതായി ഈ ലോക്കൽ ബോഡീസിന് കൂടുതൽ അധികാരങ്ങളും ഫണ്ടും കൈമാറുക. ഇതിലൂടെയെല്ലാം ഈ പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ ഗ്രാസ് റൂട്ട്സിൽ, അതായത് സാധാരണക്കാരിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുക. അതായിരുന്നു അന്തിമമായ ലക്ഷ്യം. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും കണ്ടുകഴിഞ്ഞു. ഇനി നമുക്കിതിന്റെ എല്ലാം ഒരു ഉപസംഹാരത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ റിഫോം എജൻഡയിൽ ഇൻക്ലൂഷൻ എന്ന ആശയം ഇത്രയധികം പ്രാധാന്യത്തോടെ കടന്നുവന്നത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ കാരണങ്ങൾ? ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ കണ്ട ആ 2001 റിവ്യൂവിൽ തന്നെയുണ്ട്. അതിന്റെ ഏറ്റവും കോർ കൺക്ലൂഷൻ വളരെ ലളിതമായിരുന്നു. Till the masses are not involved in the process of development, the development will lack the inclusion factor. അതായത് വികസന പ്രക്രിയയിൽ സാധാരണ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്താതെ ആ വികസനത്തിന് ഒരു പൂർണ്ണതയുണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവായിരുന്നു എല്ലാത്തിനും പിന്നിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഈയൊരു മാറ്റം ഒറ്റയ്ക്ക് സംഭവിച്ച ഒന്നല്ല. ഇതിനൊരു ഗ്ലോബൽ കണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. പ്രത്യേകിച്ച് വേൾഡ് ബാങ്ക് മുന്നോട്ട് വെച്ച സെന്റിയാഗോ കൺസെൻസസ്. ഇത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻക്ലൂഷന് പ്രാധാന്യം നൽകിയൊരു ആഗോള ചിന്താധാരയായിരുന്നു. ഈ ചിന്ത ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളെയും ഇൻക്ലൂസീവ് സോഷ്യോ എക്കണോമിക് ഗ്രോത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇൻക്ലൂസീവ്നെസ് ഒരു ടോപ്പ് പോളിസി പ്രയോറിറ്റിയായി മാറി. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എക്കണോമിക് ഗ്രോത്ത്. വേഗതയുള്ളത് മാത്രം പോരാ, അത് ബ്രോഡ് ബേസ്ഡ് ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, പിന്നെ സമൂഹത്തിലെ എല്ലാവരെയും എംപവറിംഗ് ചെയ്യുന്നതുമായിരിക്കണം. വളർച്ചയെ കൂടുതൽ അർത്ഥപൂർണമാക്കുക എന്നതായിരുന്നു ആശയം. അപ്പോ ഈയൊരു വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ ഒരു ചോദ്യം ബാക്കി വെച്ചോണ്ട്, തേർഡ് ജനറേഷൻ റിഫോംസിന്റെ ഈ പ്രധാന തത്വങ്ങളുണ്ടല്ലോ, ഡീസെൻട്രലൈസേഷൻ, ഹ്യൂമൻ ക്യാപിറ്റലിലെ നിക്ഷേപം, സോഷ്യൽ സെക്യൂരിറ്റി, ഇവയ്ക്ക് ഇന്ത്യയുടെ മുന്നോട്ടുള്ള വികസനയാത്രയെ എങ്ങനെ നയിക്കാൻ സാധിക്കും? ചിന്തിക്കുക. നന്ദി. ഇന്ത്യൻ എക്കണോമിയിലെ വളരെ നിർണായകമായ ഒരു വിഷയമാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്: ഫോർത്ത് ജനറേഷൻ എക്കണോമിക് റിഫോംസ്. ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ പാരഡൈം ഷിഫ്റ്റാണിത്. ഇതിന്റെ അടിസ്ഥാനം ടെക്നോളജി, സസ്റ്റൈനബിലിറ്റി, റെസിലിയൻസ് എന്നീ 3 ശക്തമായ തൂണുകളാണ്. അപ്പോൾ ഈ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അവ ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നതെന്നൊക്കെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ച മുന്നോട്ടു പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ എന്താണ് ഈ ദ ന്യൂ റീഫോം പാരഡൈം എന്ന് നമ്മൾ നിർവചിക്കും. അതിനുശേഷം ഇതിന്റെ 3 പ്രധാനപ്പെട്ട പില്ലേഴ്സ്, അതായത് ദ ഡിജിറ്റൽ ഇക്കണോമി, സസ്റ്റൈനബിൾ ഗ്രോത്ത്, പിന്നെ റെസിലിയൻസ് ആൻഡ് കോമ്പറ്റിറ്റീവ്നെസ് എന്നിവ ഓരോന്നായി നമ്മൾ പരിശോധിക്കും. അവസാനം ഈ പരിഷ്കാരങ്ങളെല്ലാം ചേർന്ന് ഭാവിയിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയെ എത്രത്തോളം സജ്ജമാക്കുന്നു എന്നും നമുക്ക് നോക്കാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യത്തെ ഭാഗം ദ ന്യൂ റീഫോം പാരഡൈം. എന്താണ് ഈ ഫോർത്ത് ജനറേഷൻ റിഫോംസ് എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഫോർത്ത് ജനറേഷൻ റിഫോംസ് എന്ന പദം ഒരു ഒഫീഷ്യൽ ഗവൺമെന്റ് ടേം അല്ല, മറിച്ച് 2002 വിദഗ്ധർ മുന്നോട്ടുവെച്ച ഒരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്കാണിത്. ഇതിന്റെ എല്ലാം കാതലെന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണമായും ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നതാണ്. അതായത് ഇക്കണോമിക് റിഫോംസ് ഐ.ടിയെ വളർത്തുന്നു, തിരിച്ച് ഐ.ടി ഇക്കണോമിക് റിഫോംസിനെ കൂടുതൽ ശക്തവും കാര്യക്ഷമവുമാക്കുന്നു. അങ്ങനെയൊരു കൊടുക്കൽ വാങ്ങൽ, ഒരു 2-വേ കണക്ഷനാണ് ഇതിന്റെ അടിസ്ഥാനം. ഇനി ഈ ഒരു പുതിയ പാരഡൈമിന്റെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പില്ലറിലേക്ക് കടക്കാം: ദ ഡിജിറ്റൽ ഇക്കോണമി. ഇവിടെ ടെക്നോളജി എന്ന് പറയുന്നത് വെറുമൊരു ഇൻഡസ്ട്രി മാത്രമല്ല, മറിച്ച് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെയും ഭരണനിർവഹണത്തെയും അടിമുടി മാറ്റാനുള്ള ഒരു അടിസ്ഥാന ഉപകരണം കൂടിയാണ്. ഈ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ നട്ടെല്ല എന്ന് പറയാവുന്ന ഒന്നാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ DPI. ഇക്കണോമിക് സർവേ 2024-25 ഇതിനെ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം സാധാരണക്കാരിലേക്ക് ഗവൺമെന്റ് സേവനങ്ങൾ, അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആവട്ടെ, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇതെല്ലാം കാര്യക്ഷമമായി എത്തിക്കുന്നതിൽ DPI ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. ഈ DPIയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്നതാണ് ദി ഇന്ത്യ സ്റ്റാക്ക്. ഇതിലെ പ്രധാന ഘടകങ്ങൾ നമുക്കെല്ലാം പരിചിതമാണ്. അതിൽ ആദ്യത്തേതാണ് UID, അതായത് ആധാർ. ഇത് ഓരോ ഇന്ത്യൻ പൗരനും ഒരു യുണീക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി നൽകുന്നു. പിന്നെയുള്ളത് UPI.
ഇത് നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ്സിനെ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് നമ്മൾ ദിവസവും കാണുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് DBT, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇത് സർക്കാർ സബ്സിഡികൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഗുണഭോക്താക്കളുടെ കയ്യിലെത്തുന്നു എന്ന് ഉറപ്പാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചിത്രം ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഒരു വലിയ ക്യാൻവാസാണ് കാണിക്കുന്നത്. ഇതിന് 9 പ്രധാന പില്ലേഴ്സുണ്ട്. ബ്രോഡ്ബാൻഡ് ഹൈവേസ് മുതൽ IT ഫോർ ജോബ്സ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയെ ഒരു ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റിയും ഒരു നോളജ് എക്കണോമിയെയും ആക്കി മാറ്റുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി വരുന്ന ഗവേണൻസ് പോലുള്ള കാര്യങ്ങൾ സർക്കാർ സേവനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും അഴിമതി കുറയ്ക്കാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ശരി, ഡിജിറ്റൽ എക്കണോമിയിൽ നിന്ന് നമ്മൾ അടുത്ത നിർണായകമായ പില്ലറിലേക്ക് കടക്കുകയാണ്, സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഡീകപ്ലിംഗ് ആണ്. അതായത് സാമ്പത്തിക വളർച്ചയെ പാരിസ്ഥിതികമായ തകർച്ചയിൽ നിന്ന് വേർപെടുത്തുക. വളർച്ച വേണം, പക്ഷെ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ആവരുത്. ഈ മാറ്റം മനസ്സിലാക്കാൻ ഈ താരതമ്യം നമ്മളെ സഹായിക്കും. നമ്മൾ ഇത്രയും കാലം പിന്തുടർന്നിരുന്ന ഒരു രീതിയുണ്ട്, അതാണ് ലീനിയർ ഇക്കോണമി. അതായത് ടേക്ക്, മേക്ക്, ഡിസ്പോസ്. നമ്മൾ വിഭവങ്ങൾ എടുക്കുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ഉപയോഗശേഷം വലിച്ചെറിയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ മാറി ചിന്തിക്കുകയാണ്. നമ്മളൊരു സർക്കുലർ ഇക്കോണമിയിലേക്കാണ് നീങ്ങുന്നത്. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഈ മാതൃക വേസ്റ്റ് പരമാവധി കുറയ്ക്കുകയും വിഭവങ്ങളെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതൊരു വെറും വാക്കല്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഈ കണക്ക് നോക്കൂ. പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായുള്ള നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് അഥവാ NTCs അനുസരിച്ച് 2030ഓടെ ഇന്ത്യയുടെ GDPയുടെ എമിഷൻസ് ഇന്റൻസിറ്റി കുറയ്ക്കണം. അതായത് ഓരോ യൂണിറ്റ് GDP ഉണ്ടാക്കാനെടുക്കുന്ന എമിഷന്റെ അളവ് 2005ലെ നിലയിൽ നിന്ന് 33 മുതൽ 35% വരെ കുറയ്ക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായി സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. മിഷൻ ലൈഫ് ഇതൊരു സർക്കാർ പദ്ധതിയല്ല, മറിച്ചൊരു ജനകീയ മുന്നേറ്റമാണ്. PM KUSUM കാർഷിക മേഖലയിലെ ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നു. എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അഥവാ EPR, വേസ്റ്റ് പോലുള്ളവയുടെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം അത് നിർമ്മിക്കുന്ന കമ്പനികൾക്ക് തന്നെ നൽകുന്നു. അതുപോലെ PAT സ്കീം വലിയ വ്യവസായശാലകളിലെ ഊർജ്ജ ഉപയോഗം കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നു. അപ്പോ നമ്മൾ ഡിജിറ്റൽ മുന്നേറ്റത്തെക്കുറിച്ചും സുസ്ഥിരതയെക്കുറിച്ചും സംസാരിച്ചു. ഇനി മൂന്നാമത്തെ പില്ലർ. ഇതൊരു പക്ഷേ ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രസക്തമായ ഒന്നാണ്, റെസിലിയൻസ് ആൻഡ് കോമ്പറ്റിറ്റീവ്നെസ്. COVID-19 പാൻഡമിക്, സപ്ലൈ ചെയിനിലെ തടസ്സങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, ഇങ്ങനത്തെ ആഗോള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കെൽപ്പുള്ളതും ദീർഘകാലത്തേക്ക് മത്സരക്ഷമതയുള്ളതുമായ ഒരു സമ്പദ്വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുക, അതാണിതിന്റെ ലക്ഷ്യം. ഈയൊരു ആശയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇക്കണോമിക് സർവേ 2024-25 തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഡീറെഗുലേഷൻ is as critical, if not more, as investments in infrastructure and incentives to encourage innovation. അതായത് വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇന്നൊവേഷനുള്ള ഇൻസെന്റീവ്സും മാത്രം പോരാ, അനാവശ്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒഴിവാക്കുന്നതും അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് എന്നാണ് സർവേ പറയുന്നത്. അതുകൊണ്ടുതന്നെ ഈ പരിഷ്കാരങ്ങളുടെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങാനും അത് നടത്തിക്കൊണ്ടുപോകാനും എളുപ്പമുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്. ഇതിനെയാണ് നമ്മൾ എൻഹാൻസിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താൻ നടപ്പിലാക്കിയ ചില പ്രധാന പരിഷ്കാരങ്ങൾ നോക്കൂ. ഇൻഡസ്ട്രിയൽ ലൈസൻസിനും IEM-നും ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. പലയിടത്തും സെൽഫ് സർട്ടിഫിക്കേഷൻ മതി. ഇത് കംപ്ലയൻസ് ബർഡൻ ഒരുപാട് കുറച്ചു. GST വന്നതോടെ ഇന്ത്യ ഒരു യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി. ഇത് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വ്യാപാരം എത്രയോ എളുപ്പമാക്കി. അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കടക്കിണിയിലായ കമ്പനികളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഡിജിറ്റൈസ്ഡ് ഇ-വേ ബിൽ സിസ്റ്റം ലോജിസ്റ്റിക്സ് രംഗത്തെ കാര്യക്ഷമമാക്കി. രാജ്യത്തെ ഇന്നൊവേഷൻ ഇക്കോസിസ്റ്റമിനെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഒരു കോംപ്രഹെൻസീവ് പാക്കേജാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ഇതിന് 4 പ്രധാന ഭാഗങ്ങളുണ്ട്. 1. നിയമങ്ങൾ ലളിതമാക്കുക. 2. 10,000 കോടിയുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് വഴി സാമ്പത്തിക സഹായം നൽകുക. 3. ഇൻഡസ്ട്രിയും അക്കാഡമിയായും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക. 4. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPR സംരക്ഷിക്കാൻ നിയമപരമായ പിന്തുണ നൽകുക. ഇതുവരെ നമ്മൾ ഈ 3 പില്ലേഴ്സിനെയും തനിത്തനിയായി കണ്ടു. ഇനി ഇവയെല്ലാം ഒരുമിച്ചു ചേരുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയെ ഭാവിക്കുവേണ്ടി വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കു വേണ്ടി ഒരുക്കുന്നത് എന്ന് നോക്കാം.
അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ഡീഗ്ലോബലൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, AI യുഗം, ഇല്ലാടി പുതിയ ലോക വെല്ലുവിളികളോട് ഈ പരിഷ്കാരങ്ങളെല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ സ്ട്രാറ്റജിക്കാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമതായി, ഡീഗ്ലോബലൈസേഷൻ എന്ന ട്രെൻഡിനെ നേരിടാൻ GST പോലുള്ളവയിലൂടെ ഒരു യൂണിഫൈഡ് മാർക്കറ്റ് സൃഷ്ടിച്ചും സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ളവയിലൂടെ ഡൊമസ്റ്റിക് ഇന്നൊവേഷൻ പ്രോത്സാഹിപ്പിച്ചും ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാൻ മിഷൻ ലൈഫ് പോലുള്ള സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സ് വഴി അഡാപ്റ്റേഷനും മിറ്റിഗേഷനും നമ്മുടെ വളർച്ചാതന്ത്രത്തിന്റെ ഭാഗമാക്കുന്നു. മൂന്നാമതായി, AI യുഗത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ DPI പോലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലൂടെയും ഒരു സ്കിൽഡ് ഈക്കോസിസ്റ്റമിലൂടെയും നമ്മുടെ തൊഴിൽ ശക്തിയുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നു. അപ്പോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരിഷ്കാരങ്ങളൊന്നും വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ടെക്നോളജിയും സസ്റ്റൈനബിലിറ്റിയും റെസീലിയൻസും എല്ലാം പരസ്പരം കൈകോർത്തു പോകുന്ന ഒരു സംയോജിത തന്ത്രമാണിത്. ശക്തവും സുസ്ഥിരവുമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻറ്റിഗ്രേറ്റഡ് സ്ട്രാറ്റജി. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ഫോർത്ത് ജനറേഷൻ എക്കണോമിക് റിഫോംസ് എന്നത് ഒരു കൂട്ടം നയങ്ങൾ മാത്രമല്ല, മറിച്ച് ഭാവിയുടെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ ഒരു വലിയ സ്ട്രാറ്റജിക് വിഷനാണ്. ടെക്നോളജി, സസ്റ്റൈനബിലിറ്റി, റെസിലിയൻസ് എന്നിവയുടെ ഈ സംയോജനം അമൃത് കാലിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഒരു നിർണായക പങ്കുവഹിക്കും. നന്ദി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ദി റിഫോം അപ്രോച്ച് ഇൻ ഇന്ത്യ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരുന്നു പരിഷ്കാരങ്ങൾ എന്നതിലല്ല, മറിച്ച് അവ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നതിലാണ്. അതായത് അതിന്റെ പിന്നിലെ ഫിലോസഫി, അതിന്റെ മെത്തഡോളജി. ഇത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് ഒരു കൺസെപ്ച്വൽ ഡെപ്ത് നൽകാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ചർച്ച എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വാട്ട് ഈസ് ദ റിഫോം അപ്രോച്ച് എന്ന് നമ്മൾ നിർവചിക്കും. അതിനുശേഷം പ്രധാനപ്പെട്ടൊരു സ്ട്രാറ്റജിയായ ഗ്രാജുവലിസം വേഴ്സസ് ബിഗ് ബാങ്ങിലേക്ക് കടക്കും. പിന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആൻഡ് ഫെഡറൽ ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അടുത്തതായി സീക്വൻസിംഗ്, ഓണർഷിപ്പ് ആൻഡ് ലെജിറ്റിമസി എന്നതിന്റെ മെക്കാനിക്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അതിനുശേഷം ലേണിംഗ് ഫ്രം റിഫോം ഔട്ട്കംസിന്റെ പ്രാധാന്യം നോക്കും. ഏറ്റവും ഒടുവിൽ ഏതൊരു പരിഷ്കാരത്തെയും വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ഫോർ ഇവാലുവേഷൻ ഞാൻ തരാം. ഇതൊരു ക്ലിയർ റോഡ് മാപ്പ് ആണെന്ന് കരുതുന്നു. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. വാട്ട് ഈസ് ദ റിഫോം അപ്രോച്ച്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറും പോളിസി ചേഞ്ചസിന്റെ ഒരു ലിസ്റ്റല്ല. അതിനപ്പുറം അത് നടപ്പിലാക്കുന്നതിന്റെ മെത്തഡോളജി മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ റിഫോം അപ്രോച്ച്? ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയിലുള്ള ഒരു പോളിസി ഷിഫ്റ്റാണിത്. ഇതിന്റെ പ്രധാന ഫോക്കസ് ഇരിക്കുന്നത് ഇംപ്ലിമെന്റേഷന്റെ ഫിലോസഫിയിലും മെത്തഡോളജിയിലുമാണ്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ പങ്ക് കുറച്ചുകൊണ്ടുവരികയും പ്രൈവറ്റ് സെക്ടറിന്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗൈഡിംഗ് പ്രിൻസിപ്പിളാണിത്. വാട്ട് എന്നതിനെ നിർവചിക്കുന്ന ഹൗ ആണ് ഇവിടത്തെ താരം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. സ്ട്രാറ്റജി, ഗ്രാജുവലിസം വേഴ്സസ് ബിഗ് ബാങ്. ഏതൊരു പരിഷ്കാരത്തിലും എടുക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായൊരു തീരുമാനമാണിത്. അതായത് അതിന്റെ വേഗതയും തീവ്രതയും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഹൗ ഫാസ്റ്റ് ഷുഡ് റിഫോംസ് ബി ഇംപ്ലിമെന്റഡ്? ഒരു മുറിവിലൊട്ടിച്ച ബാൻഡേഡ് ഒറ്റയടിക്ക് വലിച്ചുപറിക്കണോ, അതോ പതുക്കെ ഇളക്കിയെടുക്കണോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിക് ഡിബേറ്റിന്റെ കാതൽ ഇത് തന്നെയാണ്. ഈ രണ്ട് അപ്രോച്ചസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ്. ഒരു സൈഡിൽ ഗ്രാജുവലിസം അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ അപ്രോച്ച്. ഇതൊരു ഇവല്യൂഷണറി ട്രാൻസിഷൻ പോലെയാണ്. അതായത് പതുക്കെ പതുക്കെയുള്ള ഒരു മാറ്റം. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാം. പോരാത്തതിന് നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ പറ്റിയാൽ അത് തിരുത്താനും, അതായത് കോഴ്സ് കറക്ഷൻ നടത്താനും സമയം കിട്ടും. ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് കമ്പൾഷൻസ് കാരണം നമ്മൾ തിരഞ്ഞെടുത്ത വഴി ഇതാണ്. ഇനി മറുവശത്ത് നോക്കിയാലോ, അവിടെയാണ് ബിഗ് ബാങ് അഥവാ ഷോക്ക് തെറാപ്പി. പേര് സൂചിപ്പിക്കുന്നതുപോലെ പെട്ടെന്നുള്ള ഒരു റാപ്പിഡ് റീസ്ട്രക്ചറിംഗ് ആണ് ലക്ഷ്യം. പെട്ടെന്ന് തന്നെ ഇക്കണോമിക് റിസൾട്ട്സ് കിട്ടണം. പക്ഷേ ഇതിനൊരു റിസ്ക് ഉണ്ട്. ഹ്രസ്വകാലത്തേക്ക് വലിയ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണയായി ഒരു കമാൻഡ് ഇക്കോണമിയിൽ നിന്ന് മാർക്കറ്റ് ഇക്കോണമിയിലേക്ക് മാറുന്ന രാജ്യങ്ങളിലാണ് ഈ ഒരു രീതി കൂടുതലായി കാണുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോയ്സ് അല്ല. അതായത് ഇതൊരു ബൈനറി അല്ല, മറിച്ചൊരു സ്പെക്ട്രമാണ്. മിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ, ഈ രണ്ട് അപ്രോച്ചസിൻ്റെയും ചില എലമെൻസൊക്കെ കൂട്ടിച്ചേർത്താണ് മുന്നോട്ട് പോവാറ്. ഏത് സെക്ടറാണ്, അന്നത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്താണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ മിക്സ്. ഇത് നമ്മളെ അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കുന്നു, ദ പൊളിറ്റിക്കൽ ആൻഡ് ഫെഡറൽ ഡയമെൻഷൻസ്. ഇവിടെ നമ്മൾ വാട്ട്, ഹൗ ഫാസ്റ്റ് എന്നതിൽ നിന്ന് മാറി ഹൂ, വേർ എന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്.
കൺസെൻസസ്, കോർപ്പറേഷൻ എന്നിവയുടെ ആ ഒരു കോംപ്ലക്സ് ടെറൈനിലൂടെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. ഈ കോട്ട് ഇന്ത്യൻ സാഹചര്യത്തെ വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഇന്ത്യസ് റീഫോം പ്രോസസ് റിഫ്ലെക്ട്സ് ദി കംപ്ലീഷൻസ് ഓഫ് ഇറ്റ്സ് ഹൈലി പ്ലൂറലിസ്റ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രാറ്റിക് പോളിസി മേക്കിംഗ് പ്രോസസ്. ഇതിലെ പ്രധാന ആശയം ഇതാണ്: നമ്മുടെ ഈ ജനാധിപത്യപരമായ ഘടന ഒരു തടസ്സമല്ല, മറിച്ച് പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ട ചട്ടക്കൂട് തന്നെ അതാണ്. അപ്പോ ഇത് നമ്മളെ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ്, കൺസെൻസസ് ബിൽഡിംഗ് തുടങ്ങിയ വലിയ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു. ഈ ലിസ്റ്റൊന്ന് നോക്കൂ. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, രാഷ്ട്രീയ പാർട്ടികൾ, വ്യവസായ ഗ്രൂപ്പുകൾ, കർഷക തൊഴിലാളി യൂണിയനുകൾ, പൊതുജനങ്ങൾ, വിദേശ നിക്ഷേപകർ, ഇവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓരോരുത്തർക്കും അവരുടേതായ താൽപ്പര്യങ്ങളുണ്ടാകും. അതുകൊണ്ടുതന്നെ ഒരു വിജയകരമായ പരിഷ്കാരം എന്നത് മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള ചർച്ചകളുടെയും വിട്ടുവീഴ്ചകളുടെയും ഒരു ഫലമാണ്. ഇതിന് മറ്റൊരു തലം കൂടി നൽകുന്ന ഒന്നാണ് ദ ഫെഡറൽ ഡൈമെൻഷൻ. പ്രധാനപ്പെട്ട പല പരിഷ്കാരങ്ങൾക്കും സെൻട്രും സ്റ്റേറ്റ്സും തമ്മിലുള്ള കോപ്പറേഷൻ കൂടിയേ തീരൂ, പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയിലെ കോൺകറന്റ് സ്റ്റേറ്റ് ലിസ്റ്റുകളിൽ വരുന്ന വിഷയങ്ങളിൽ. സംസ്ഥാനങ്ങൾ വെറും നടപ്പിലാക്കുന്ന ഏജൻസികൾ മാത്രമല്ല, ഈ പ്രക്രിയയിലെ പ്രധാന പങ്കാളികൾ തന്നെയാണ്. അപ്പോ ഈ കോപ്പറേഷൻ എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? കോഓപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം പോലുള്ള മെക്കാനിസംസ് വഴിയാണ്. നീതി ആയോഗ് പോലുള്ള സ്ഥാപനങ്ങൾ ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കോമ്പറ്റേറ്റീവ് ഫെഡറലിസമിന് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ ആഴത്തിലുള്ള സ്ട്രക്ചറൽ റീഫോംസിന് സെൻട്രലും സ്റ്റേറ്റ്സിലും നിയമനിർമ്മാണ തലത്തിൽ തന്നെ ഒരു കൺസെൻസസ് ആവശ്യമായി വരും. ശരി, ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു പരിഷ്കാരത്തിന്റെ വിജയകരമായ നടത്തിപ്പിന്റെ മെക്കാനിക്സിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതായത് സീക്വൻസിംഗ്, ഓണർഷിപ്പ് ആൻഡ് ലെജിറ്റിമസി. സാധാരണയായി പരിഷ്കാരങ്ങൾക്ക് ഒരു ലോജിക്കൽ സീക്വൻസിംഗ് ഉണ്ട്. ഇത് തുടങ്ങുന്നത് ഒന്നാമതായി മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷനിൽ നിന്നാണ്. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ എന്നിവയൊക്കെ നിയന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം സ്ട്രക്ചറൽ റിഫോംസ്, പ്രോഡക്റ്റ് മാർക്കറ്റ്സ്, അതായത് ലിബറലൈസേഷൻ, ഡീറെഗുലേഷൻ, ട്രേഡ് റിഫോംസ് എന്നിവ. അടുത്തത് കുറച്ചുകൂടി സങ്കീർണമായ ഘട്ടമാണ് മൂന്നാമത്തത്, ഫാക്ടർ മാർക്കറ്റ് റിഫോംസ്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കാനായി നാലാമതായി സോഷ്യൽ സെക്ടർ റിഫോംസ്, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതൊരു ക്രമമായ പ്രക്രിയയാണ്. പക്ഷേ ഈ പരിഷ്കാരങ്ങൾക്കൊന്നും ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ റീഫോം, ഓണർഷിപ്പ് ആൻഡ് ലെജിറ്റിമസി അത്യാവശ്യമാണ്. എന്താണിതിനർത്ഥം? പൊതുജനങ്ങളും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്, ന്യായമാണ് എന്നൊക്കെ അംഗീകരിക്കണം. ഈയൊരു സ്വീകാര്യത ഇല്ലെങ്കിൽ എത്ര നന്നായി രൂപകൽപ്പന ചെയ്ത പരിഷ്കാരവും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കോട്ട് ആ ആശയം ഒന്നുകൂടി വ്യക്തമാക്കുന്നു. Economic reforms are not just about overcoming vested interests, they are increasingly about shared narratives and vision on problems and solutions. അതായത് വിജയകരമായ ഒരു പരിഷ്കാരം എന്നത് ഒരു ഇക്കണോമിക് ചാലഞ്ച് മാത്രമല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ ചാലഞ്ച് കൂടിയാണ്. എന്താണ് പ്രശ്നം, എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പൊതുവായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ സെക്ഷനിലേക്ക് കടക്കാം, ലേണിംഗ് ഫ്രം റിഫോം ഔട്ട്കംസ്. ഇത് പോളിസീസ് തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. പരിഷ്കാരം നടപ്പിലാക്കിയതുകൊണ്ട് മാത്രം ജോലി തീരുന്നില്ല. ഇവിടത്തെ പ്രധാന ആശയം ഇതാണ്: എഫക്റ്റീവ് റിഫോം ഒരു ഐറ്ററേറ്റീവ് പ്രോസസ്സാണ്. അതായത് അതൊരു ഒറ്റത്തവണ തീരുന്ന പരിപാടിയല്ല. അതിന്റെ ഫലങ്ങൾ മോണിറ്റർ ചെയ്യാനും കിട്ടുന്ന തെളിവുകളുടെയും ഔട്ട്കംസിന്റെയും അടിസ്ഥാനത്തിൽ പോളിസീസ് റിഫൈൻ ചെയ്യാനും ശക്തമായ സംവിധാനങ്ങൾ ആവശ്യമാണ്. ചുരുക്കത്തിൽ പഠിക്കുക, മെച്ചപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് വരാം. ഇത് പരീക്ഷാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. എ ഫ്രെയിംവർക്ക് ഫോർ ഇവാലുവേഷൻ. ഏതൊരു പരിഷ്കാരത്തിന്റെയും ഇഫക്റ്റീവ്നെസ് വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അനാലിറ്റിക്കൽ ടൂളാണിത്. ശരി, അപ്പോൾ ഈ ഫ്രെയിംവർക്ക് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഒരു റിഫോമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. 1. എഫിഷ്യൻസി. ഈ പരിഷ്കാരം കാരണം റിസോഴ്സസ് ഒക്കെ ശരിയായ രീതിയിലാണോ വിനിയോഗിച്ചത്? പ്രൊഡക്ടിവിറ്റി കൂടിയോ? 2. ഇക്വിറ്റി. സമൂഹത്തിലെ പലതരം ആളുകളെ ഇത് എങ്ങനെയാണ് ബാധിച്ചത്? അസമത്വം കുറഞ്ഞോ അത് കൂടിയോ? 3. സസ്റ്റൈനബിലിറ്റി. സാമ്പത്തികമായി ഈ പരിഷ്കാരം നിലനിൽക്കുന്ന ഒന്നാണോ? അതുപോലെ ദീർഘകാലാടിസ്ഥാനത്തിൽ പരിസ്ഥിതിയെയും സമൂഹത്തെയും ഇതെങ്ങനെ ബാധിക്കും? 4. പോയിന്റ്, പൊളിറ്റിക്കൽ വയബിലിറ്റി. ഇത് നടപ്പിലാക്കാൻ ആവശ്യത്തിനുള്ള രാഷ്ട്രീയ പിന്തുണ അഥവാ കൺസെൻസസ് കിട്ടിയിരുന്നോ? രാഷ്ട്രീയപരമായി ഇത് എത്ര കാലം നിലനിൽക്കും? ഏറ്റവും ഒടുവിൽ ട്രാൻസ്പെറൻസി.
ഈ ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സ് എത്രത്തോളം സുതാര്യവും അതുപോലെ തന്നെ അക്കൗണ്ടബിളുമായിരുന്നു? കണ്ടില്ലേ, ഈ ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ ഉത്തരങ്ങളുടെ നിലവാരം തീർച്ചയായും മെച്ചപ്പെടും. ഇതെല്ലാം നമ്മളെ ഈ വിഷയത്തിന്റെ കാതലായൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ട്രാൻസ്ഫോർമേഷണൽ റിഫോംസ് ആവശ്യപ്പെടുന്ന വേഗതയും ഒരു ജനാധിപത്യ രാജ്യത്ത് കൺസെൻസസ് ഉണ്ടാക്കാൻ ആവശ്യമായ സമയമെടുക്കുന്ന ആ ഒരു പ്രക്രിയയും തമ്മിൽ ഇന്ത്യയ്ക്ക് എങ്ങനെ ഫലപ്രദമായൊരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കും? ഒരുപക്ഷേ ഇതാണ് ഇന്ത്യൻ റിഫോം അപ്രോച്ച് നേരിടുന്ന ഏറ്റവും വലിയ ഡൈലമ. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.